CBSE +2 മൂല്യനിർണ്ണയത്തിലെ അപാകതയ്ക്ക് കാരണം OSMുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറിന്റെ പിഴവല്ലെന്ന് കോംപ്റ്റ് എഡ്യൂടെക് കമ്പനി. സ്കാനിംഗ് ഘട്ടത്തിൽ മാനുഷിക പിഴവാണ് സംഭവിച്ചത്. സംഭവത്തിൽ ഉത്തരവാദിക്കെതിരെ നടപടിയെടുത്തു. CBSE ടെൻഡർ വ്യവസ്ഥകളിൽ വഴിവിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന വിശദീകരണം. പരീക്ഷകളുടെ ഡിജിറ്റൽ മൂല്യനിർണ്ണയ ചുമതല കോംപ്റ്റിനായിരുന്നു. ധനസുമോദ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെ? ഇപ്പോൾ VSNL രാജു ഈ കമ്പനിയുടെ കോംപ്റ്റ് കമ്പനിയുടെ CEO-യാണ്. അദ്ദേഹം മറ്റു ഡയറക്ടർമാർക്ക് അയച്ച കത്തുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡയറക്ടർ എന്ന് പറയുമ്പോൾ അവരുടെ ക്ലയൻ്റായിട്ടുള്ള ഒഡീഷയിലെ ഹയർ സെക്കൻഡറി ഡയറക്ടർക്കാണ് ഇത് അയച്ചിരിക്കുന്നത്. അതിൽ പറയുന്നിരിക്കുന്നത് ഈ ഒഡീഷ തുടങ്ങിയ ഹയർ സെക്കൻഡറിയുടെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചുമതല അവർക്കാണ്. ഇതുകൂടാതെ 35 കമ്പനികളിൽ 35 യൂണിവേഴ്സിറ്റികളിൽ അവരുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ കമ്പനിയാണ്. ഒരു തരത്തിലും ഒരു പിഴവും ഈ കമ്പനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് അവർ നൽകുന്നത്. കാരണം സ്കാനിങ് ചെയ്തതിന് ശേഷം പലർക്കും ഉത്തരക്കടലാസ് മാറി കിട്ടിയത് സ്കാനിങ്ങിലെ മാനുഷികമായ പിഴവ് മാത്രമാണ് സംഭവിച്ചത്, അല്ലാതെ സോഫ്റ്റ്വെയറിൽ ഒരു കാരണവശാലും പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. ഈ വിശദീകരണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ അവർ ചൂണ്ടിക്കാട്ടുന്നത് 2 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള കമ്പനിയാണ്, കരിമ്പട്ടികയിൽ പെടുത്തിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാജമായിട്ട് വരുന്നതാണ്. ഒരു കാരണവശാലും ഈ കമ്പനിയെ ഒരു തരത്തിലും കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഒരു പശ്ചാത്തല വിവരണമായി ഇവർ നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ കമ്പനിയുടെ പേര് മാറ്റം നേരത്തെ നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായിരുന്നു. ആ വിവാദങ്ങളും പൂർണ്ണമായും തള്ളിക്കളയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ അർത്ഥസത്യങ്ങൾ മാത്രമാണ് പ്രചരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവരുടെ സോഫ്റ്റ്വെയർ പൂർണ്ണമായും സുരക്ഷിതമാണ് എന്ന് വാദിച്ചുകൊണ്ട് അവരുടെ ക്ലയൻറ്റുകൾക്കാണ് ഇത്തരത്തിലുള്ള കത്ത് അയച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ കമ്പനി ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് അവരുടെ ക്ലയൻറ്റുകൾക്കായാലും ഒരു കത്തയച്ചതിലൂടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.